ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമുക്ക് ഒരുപാട് സമയം എടുക്കാതെ പെട്ടെന്ന് തന്നെ രാവിലെയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. നമ്മൾ സ്കൂളിലൊക്കെ കുട്ടികൾ പോകുമ്പോൾ പെട്ടെന്ന് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു കുക്കറിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഓയിലോ വെളിച്ചെണ്ണ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വെച്ച് കൊടുക്കുക. അതിലേക്ക് ഒരു വലിയ സവാള ഇതുപോലെ ചെറിയ 2 പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. അതുപോലെ ഒരു തക്കാളി എടുത്തിട്ട് ഇതുപോലെ 2 പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഒരു കഷ്ണം ഇഞ്ചിയും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 3-4 വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നല്ല ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം ഇങ്ങനെ കളർ മാറി വരണം. കളർ മാറി വരാമെന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ചുട്ടെടുക്കുന്ന ആ രൂപത്തിൽ ഇതുപോലെ സൈഡൊക്കെ ഒന്ന് കരിഞ്ഞ് വരുന്ന ആ രീതിക്ക് നമുക്കൊന്ന് ആക്കിയതിന് ശേഷം അതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അരച്ചിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഇതൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ടുള്ള എണ്ണ ഉണ്ടല്ലോ ബാക്കിയുള്ള, അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം മല്ലിയില, 3/4 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 1/4 ടീസ്പൂണോളം മഞ്ഞൾ കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നമുക്ക് എണ്ണയിലിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ കളറൊന്ന് മാറി വന്നാൽ മതി കേട്ടോ. അപ്പോൾ കരിഞ്ഞ് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ കാത്തുക്കരുത്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കളർ മാറി വന്നാൽ മാത്രം മതി കേട്ടോ. ഇപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് ഇതൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കളറൊന്ന് മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 250 ഗ്രാം ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ കഴുകുന്ന സമയത്ത് കുറച്ച് മഞ്ഞൾ ഇട്ടിട്ടൊന്ന് കൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു റെഡ് കളർ മാറി കിട്ടും കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 1 മിനിറ്റോളം ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതിന് വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ നന്നായിട്ട് ഒന്ന് അടച്ച് വെക്കാം. ഇപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ട് വെച്ചിട്ടുള്ള സവാളയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഉണ്ടല്ലോ അരച്ച് വെച്ചത്, അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മൾ നേരത്തെ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്തിട്ടില്ലല്ലോ, അതുകൊണ്ട് ഈ ഒരു സമയത്ത് കറക്റ്റ് ആണെന്നൊന്ന് നന്നായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഒരു 2-3 ഫിസിലൊന്ന് ചിക്കൻ വെന്ത് കിട്ടുന്നത് വരെ അടിച്ചെടുക്കാം കേട്ടോ. ഇപ്പം നമ്മൾ ചിക്കൻ അടിപൊളിയായിട്ട് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടിപൊളി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചപ്പാത്തിയും ദോശയും പൊറോട്ടയും നെയ്ച്ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ വേണ്ടി പറ്റുന്ന നല്ല കുറുകിയ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായാലും നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കില്ല കേട്ടോ. അപ്പം നമുക്ക് മറ്റൊരു പിന്നെ കാണാം. ബൈ, താങ്ക് യു.